ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പേപ്പർ കപ്പാണ് എൻ്റെ ഇര. കാരണം വേറൊന്നുമല്ല, പല വലുപ്പത്തിലും പല ഡിസൈനിലുള്ള കുറച്ച് പേപ്പർ കപ്പുകൾ വീട്ടിലിരിക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടിക്ക് പേപ്പർ കപ്പ് മാത്രം പോരാ, കുറച്ച് കട്ടിയുള്ള ഇതുപോലത്തെ ഒരു ചട്ടയും കൂടി വേണം. ഇതിലേക്ക് ഞാൻ വരച്ചു കൊടുക്കുന്നത് മിഫിയുടെ ചെവിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാനൊരു മിഫി ഓർഗനൈസറാണ് ഉണ്ടാക്കുന്നത്. ഡെസ്കിൽ വെക്കുന്ന ഓർഗനൈസറുകളിൽ നിന്ന് മാറി വോളിൽ വെക്കുന്ന ഒരു ഓർഗനൈസറാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. സോ നമ്മുടെ പേപ്പർ കപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി നമ്മുടെ മിഫിയുടെ ചെവികൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യണത്. നോർമലി വീട്ടിലുള്ള വല്ല കോഫി മഗ്ഗൊക്കെയാണ് ഞാൻ ഓർഗനൈസർ ആക്കാറുള്ളത്. അതിന് വലിയ ക്യൂട്ട്നെസ്സും ഭംഗിയൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ടിപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസേഴ്സൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ഇതിനിടക്കൂടെ പെൻസിൽ വെച്ചിട്ട് ഞാൻ മിഫിയുടെ കണ്ണും വായൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. നോട്ട് ദ പോയിന്റ്, മിഫിക്ക് മൂക്കില്ല കേട്ടോ. ഇനി അത് ബ്ലാക്ക് കളർ മാർക്കർ വെച്ചിട്ട് മാറ്റി വരക്കാം. ഈ വക പരിപാടികൾക്കൊക്കെ ഞാൻ ഈ ഒരു CD മാർക്കറാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ മിഫിനെ ഇത്തിരി കൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ചെവിക്കും കൂടി ഞാൻ ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡോട്ടഡ് ബോർഡർ ലൈൻസ് വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബൈ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ വോളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിലുള്ളതാ ഈ ഒരു പോർഷനിലായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കൂടുതലും ഡബിൾ സൈഡ് ടാപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം സ്റ്റിക്കായി ഇരിക്കുകയും ചെയ്തോളും, പരിപാടിയിൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മിഫി ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക്. ഇടക്കൂടെ ആ ബാക്കിലിരുന്ന പ്ലാന്റ് പൊട്ടി താഴെ വീണു. ഇനി അത് വീണ്ടും ശരിയാക്കണം. എന്തായാലും ഈ ക്യൂട്ടായിട്ടുള്ള മിഫി ഓർഗനൈസർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി.